നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ മെഡിക്കൽ കോളേജുകളിലൊന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. 1954 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷമുള്ള അതിൻ്റെ ചരിത്രം സാധാരണക്കാരുടെയും ദരിദ്രരായിട്ടുള്ള മനുഷ്യരുടെയും ഒരു ആതുരാലയം എന്ന നിലക്ക് പ്രശസ്തമായ ചരിത്രമാണ് അതിനുള്ളത്. ഇന്ന് തന്നെ പതിനായിരക്കണക്കിന് മനുഷ്യരാണ് അവിടെ ചികിത്സ തേടിയെത്തുന്നത്. പക്ഷെ അങ്ങനെ ചികിത്സ തേടിയെത്തുന്നതായിട്ടുള്ള രോഗികൾക്ക് മുഴുവനും ആവശ്യത്തിന് ചികിത്സ നൽകാൻ പറ്റാത്ത തരത്തിലേക്ക് അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മാറുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നു 2019 വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അവിടുത്തെ പോരായ്മകളെക്കുറിച്ച് ഉള്ള പ്രതിഷേധം കേരളത്തിൽ ഉയർന്നിരുന്നു. അത് പിന്നീട് കുറേശ്ശെയായിട്ട് പരിഹരിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ ഒരു ചുറ്റുപാട്, അതിൻ്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഒട്ടും ശുദ്ധിയുള്ളതല്ല എന്ന തോന്നലുണ്ടാക്കുന്നു എന്നതായിരുന്നു. അതൊക്കെ ഒരു പരിധിവരെ പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വാർത്തയിൽ വരുന്നത് പ്രധാനമായിട്ടും ഡോക്ടർ ഹാരിസിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാരണം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അദ്ദേഹം യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡാണ്. അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അടക്കം നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ പല ദിവസങ്ങളിലും ശസ്ത്രക്രിയകൾ മുടങ്ങുന്നു എന്നുള്ളതാണ്. ശസ്ത്രക്രിയ മുടങ്ങുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഉപകരണ സജ്ജീകരണങ്ങളുടെ അഭാവമാണ്. കുറേയൊക്കെ ഉണ്ടാവും, പക്ഷേ ചിലതില്ല എങ്കിൽ ആ ശസ്ത്രക്രിയ നടത്താനായിട്ട് സാധ്യമല്ല എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന പല ഘട്ടങ്ങളും ഇതിക്ക് മുമ്പുണ്ടായിട്ടുള്ള പല ഘട്ടങ്ങളിലും അതിൻ്റെ പരിഹാരം എന്ന് പറയുന്നത് രോഗികളിൽ നിന്ന് ഡോക്ടർമാർ തന്നെ പണം പിരിച്ച് ഈ ചെറിയ ഉപകരണങ്ങളൊക്കെ വാങ്ങുന്ന രീതിയാണ് തുടർന്നു വന്നിരുന്നത്. പലപ്പോഴും ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമുള്ളതായിട്ടുള്ള ഉപകരണങ്ങളില്ല എന്ന പരാതി വകുപ്പ് മേധാവി അറിയിക്കും, അതോടൊപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരെ അറിയിക്കും. ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾ തന്നെ നടന്നാണ് ഈ കാര്യങ്ങളെല്ലാം ഈ ഉദ്യോഗസ്ഥന്മാരോട് പറയുന്നത്. ആ ഉദ്യോഗസ്ഥന്മാരത് കേൾക്കും എന്നല്ലാതെ ഒന്നും ചെയ്യില്ല എന്നുള്ളതാണ്. കാരണം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്, ഇപ്പോൾ യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടുള്ള ഹാരിസിനെ 10 പൈസ ചിലവഴിക്കാനായിട്ടുള്ള അവകാശമില്ല എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു സിസ്റ്റമാണ് അവിടെ നിലനിൽക്കുന്നത്. എല്ലാം ഉദ്യോഗസ്ഥരുടെ സംവിധാനത്തിലൂടെ, പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള രീതികൾ. ഉദ്യോഗസ്ഥന്മാർ എന്ന് പറയുന്നത് ഒരുപാട് കാലം മുമ്പ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്ന പോലെ ചുവപ്പ് നാടയുടെ കാവൽക്കാരാണ്. അവർക്ക് ജനങ്ങളുടെ ജീവനൊന്നും ഒരു പ്രശ്നമേ അല്ല. ഒരു ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എപ്പോഴും മതിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എങ്ങനെയാണ് രോഗിയെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. എന്നാൽ ഈ ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുക്കളായി മാറിയിരിക്കുന്നതായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം, ആ ബ്യൂറോക്രാറ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണം കിട്ടാനുള്ള വഴികൾ മാത്രമാണ് അവരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മരുന്ന് കച്ചവടവും അതിൻ്റെ കമ്മീഷനും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുന്നതായിട്ടുള്ള വലിയൊരു ലോബി തന്നെ യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജുകൾക്കകത്ത് തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവര് രോഗികൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യില്ല എന്നുള്ളതാണ്. ഇത് നിരന്തരമായ പരാതിയായിട്ട് അവതരിപ്പിച്ച് പരാജയപ്പെട്ട മനുഷ്യനാണ് ഹാരിസ്. അദ്ദേഹം ഒരു ഇടതുപക്ഷാനുഭാവിയാണ്. മാത്രമല്ല അദ്ദേഹം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഗവൺമെൻറ്റിൻ്റെ പണം കൊണ്ട് പഠിച്ച് ഡോക്ടറായതിനു ശേഷം ആ ഉത്തരവാദിത്തം ഏറ്റെടുത്ത്, ആ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്ത് രോഗികൾക്ക് ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ആശുപത്രികളിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സ്വകാര്യ മെഡിക്കൽ കോളേജെല്ലാം അദ്ദേഹത്തിന് ഉയർന്ന ഓഫറുകൾ നൽകി അദ്ദേഹത്തെ ക്ഷണിച്ചെങ്കിലും അദ്ദേഹം അങ്ങോട്ട് പോയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിന് പകരം ഈ രോഗികൾക്ക് എന്നുവെച്ചാൽ സാധാരണക്കാരും ദരിദ്രമായിട്ടുള്ള രോഗികളുടെ ഏക അത്താണി എന്ന് പറയുന്നത് സർക്കാർ മെഡിക്കൽ കോളേജും അതേപോലുള്ള സംവിധാനങ്ങളുമാണ് എന്ന് തിരിച്ചറിവുള്ള ഒരു ഡോക്ടറാണ്. സ്വകാര്യ ഹോസ്പിറ്റലുകളൊക്കെ എങ്ങനെയാണ് വലിയ തരത്തിലുള്ള അറവുശാലകളായി മാറുന്നത് എന്ന കാര്യവും നമുക്കറിയാവുന്നതാണ്. ആ സാഹചര്യത്തിൽ സാധാരണക്കാരൻ്റെ അത്താണിയായി പ്രവർത്തിക്കേണ്ട ഈ സ്ഥാപനത്തിൽ തൻ്റെ മുഴുവൻ സേവനവും അനുഷ്ഠിക്കാൻ അദ്ദേഹം തയ്യാറാവുകയും അതിനുവേണ്ടി നിരന്തരമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന സത്യസന്ധനായിട്ടുള്ള ഒരു ഡോക്ടറാണ്. അത് ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ പറയുകയുണ്ടായി. പക്ഷേ ആരോഗ്യമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിൽ നിസ്സഹായമായിരിക്കുന്നതായിട്ടുള്ളൊരു സിസ്റ്റമാണ് അവിടെ നിലനിൽക്കുന്നത്. ഇത് ഇടതുപക്ഷത്തെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ഇടതുപക്ഷ ഭരണകൂടത്തെ കാർന്നു തിന്നുന്നത് ഇത്തരത്തിലുള്ളതായിട്ടുള്ള ബ്യൂറോക്രാറ്റുകളാണ്. ഇവർ നിലനിൽക്കുന്നിടത്തോളം കാലം
മനുഷ്യരിലേക്ക് ഏറ്റവും നന്മ നിറഞ്ഞായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുപോകണമെന്ന് സർക്കാർ ആഗ്രഹിച്ചാൽ പോലും സാധ്യമല്ലാത്ത സ്ഥിതിയാണ്. അതിൻ്റെ വാർത്തകളാണ് നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യരംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായിട്ട് ഈ സംസ്ഥാനം പ്രവർത്തിക്കുന്ന സമയത്ത് പോലും അതിനുള്ളിൽ നടക്കുന്നതായിട്ടുള്ള അന്തർനാടകങ്ങൾ ഇതെല്ലാമാണ് എന്ന് തിരിച്ചറിയുന്നതിന് സഹായകരമായിട്ടുള്ളൊരു പോസ്റ്റാണ് യഥാർത്ഥത്തിൽ ഡോക്ടറുടേത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം പോസ്റ്റുകൾ ഇടാൻ അദ്ദേഹം നിർബന്ധിതമായത്. അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധുവാണ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്കകത്തുള്ള കരമന ഹരികുമാർ എന്ന് പറയുന്നതായിട്ടുള്ള സഖാവ്. ആ സഖാവിൻ്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് അവസാനം അദ്ദേഹം പോസ്റ്റ് പിൻവലിക്കുന്നത് തന്നെ. എന്നുവെച്ചാൽ അത്രമാത്രം പൊളിറ്റിക്കലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർക്ക് ഇടതുപക്ഷ ഭരണം നിലനിൽക്കുന്ന സമയത്ത് പോലും സത്യസന്ധമായിട്ടുള്ള രീതിയിലും ആത്മാർത്ഥമായിട്ടും രോഗികൾക്ക് വേണ്ടിയിട്ടും സമൂഹത്തിന് വേണ്ടിയും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇന്ന് കേരളം നേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിലൊന്ന് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അതിനെതിരെ അദ്ദേഹം നിരന്തരമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും അതേപോലെ തന്നെ അതിൻ്റെ നേതൃത്വത്തോടും എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനോടും ഒക്കെ കാര്യമായിട്ട് ഈ കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോയ മനുഷ്യനാണ്. അവസാനം നിൽക്കക്കള്ളിയില്ലാതെ അദ്ദേഹം പോസ്റ്റിട്ട് പൊതുജനങ്ങളെ അറിയിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പൊതുജനങ്ങളുടെ ഒരു സമ്മർദ്ദം ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അദ്ദേഹത്തിന് കഴിയും. എല്ലാ വിഷയങ്ങളിലും സ്ഥിതി ഇതാണ്. പൊതുസമൂഹം എന്ന് പറയുന്നത് കരുതലോടുകൂടി ഈ രംഗത്ത് പ്രവർത്തിച്ചാൽ മാത്രമാണ് ഇത് പരിഹരിക്കാനായിട്ട് കഴിയുള്ളൂ. അദ്ദേഹം വളരെ വിങ്ങുന്ന മനസ്സോടുകൂടി പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയുടെ ശസ്ത്രക്രിയ മാറ്റിവെക്കേണ്ട കാര്യം ആ വിദ്യാർത്ഥിയോട് പറയേണ്ട ഒരു അവസ്ഥയിൽ ഡോക്ടർ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അതിന് കാരണം ഉപകരണങ്ങൾ ആവശ്യത്തിന് ഇല്ലാതെ പോകുന്നതാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എപ്പോഴും ശ്രദ്ധിക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ബാധ്യതയും ആരോഗ്യവകുപ്പ് മന്ത്രിക്കുണ്ട്. അവിടെ മാത്രമല്ല എല്ലായിടത്തും ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ എന്താണ് ഈ ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ജനങ്ങൾ ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ നമ്മളുടെ ഗവൺമെൻറ് സർക്കാർ സംവിധാനങ്ങൾക്കകത്ത് ഒരു മാതൃകാപരമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കുന്നതിന് സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറോട് നന്ദി പറയേണ്ടതാണ്. ഡോക്ടറിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് മഹത്തരമാണെന്ന് തീരുമാനിക്കുന്നത് അതുകൊണ്ടാണ്.